നമസ്കാരം. ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണണമെന്നും ഷെയർ ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ ഉദാഹരണമായി പറയുന്നത് കമലേശ്വരം സ്വദേശിയായിട്ടുള്ള ഗ്രീമ, അവരുടെ മാതാവ്, രണ്ടുപേര് സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് മാത്രമല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സമാനമായിട്ടുള്ള ചില ഉദാഹരണങ്ങളും അതിനുള്ള യഥാർത്ഥ കാരണങ്ങളും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ചാനലുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ സംസാരിക്കണം എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോ ഷെയർ ചെയ്തും എന്നെ പിന്തുണച്ചുമൊക്കെ എല്ലാവരും സഹകരിക്കണം. ആദ്യം ഈ ഗ്രീമയുടെ അവരുടെ മാതാവിന്റെ വിഷയം ഒന്ന് പറയാം. അതിന് ഇവര് രണ്ടുപേരും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്താണ് എന്ന് പറയുന്നു. ആത്മഹത്യക്കുറിപ്പിൽ ഭർത്താവിനെ കുറിച്ചും ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചും വളരെ മോശമായി അവരാണ് ഇതിന്റെ മരണകാരണം എന്ന് എഴുതി ചേർത്തായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഏകദേശം ഒരു മാസം മുമ്പോളം, കുറച്ചു മുമ്പ് ഇവരുടെ ഭർത്താവ്, അതായത് ഗ്രീമയുടെ പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ഒരു ഉദാഹരണത്തിന് ശേഷം. ഇനി ഞാൻ പറയുന്നത് ആരെയും അവഹേളിക്കാനല്ല, ചില സത്യങ്ങൾ പറയുന്നതാണ്. ആ സത്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ മുഖം ചുളിച്ചിലുണ്ടാവും, ചിലർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. ഒന്ന് തോന്നരുത്, വാസ്തവമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരല്പം ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സോഷ്യൽ മീഡിയ പേജുകളിൽ ഡിഫറൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വിവാഹ പരസ്യങ്ങൾ കാണും. സമൂഹത്തിൽ ഒരുപാട് വീഡിയോകളുണ്ട്, അതുപോലെ പത്രപരസ്യവുമുണ്ട്. പത്രപരസ്യത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വീഡിയോകളാണ് കൂടുതൽ. അത്തരം വീഡിയോകളിൽ അവർ പറയുന്ന, അവരുടെ രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ആ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മകൾക്ക് ഒരു ഭർത്താവിനെ അല്ല വേണ്ടത്, ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ചാലും, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ വിവാഹം കഴിച്ചാലും, നിങ്ങളുടെ മക്കളൊക്കെ കെട്ടിച്ചുവിട്ടാലും കെട്ടിയാലും അവരുടെ കുടുംബ ജീവിതത്തിൽ കുറച്ച് പൊട്ടലും ചെറ്റിലൊക്കെ ഉണ്ടാവും. അതാണ് എൻ്റെ രസം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഒരു സുഖമില്ല, അത് വാസ്തവമാണ്. പക്ഷെ അത് വഷളായി കുടുംബ കലഹത്തിലേക്ക് പോകരുത്, അത്രേ ഉള്ളൂ. രാവിലെ ഒരു പിണക്കം ഉണ്ടായാൽ വൈകുന്നേരം കെട്ടിപ്പിടിച്ചിടുന്ന് ഉറങ്ങുമ്പോൾ തീരുന്ന പിണക്കങ്ങളായിരിക്കണം അത്. അത്രയും നേരം മാത്രമേ പരമാവധി അതിന് ദൈർഘ്യം ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടുത്ത കാഴ്ചയിൽ അത് തീരണം. ഇതാണ് അതിന്റെ കണക്ക്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാറുണ്ട്. ചെറിയ ചെറിയ പിണക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങ് മാറലാണ് പതിവ്. എന്നാൽ അത്തരം പിണക്കങ്ങളെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാക്കി കൊണ്ടുപോകുന്നവരാണ് ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള അവരുടെ രക്ഷിതാക്കൾ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ വിവാഹ പരസ്യങ്ങൾ, യൂട്യൂബിൽ കാണുന്ന, വീഡിയോയിൽ കാണുന്ന വിവാഹ പരസ്യങ്ങളൊന്ന് കേട്ടാൽ മതി. ആ പെൺകുട്ടിയെ, ഡിഫറൻ്റ് ഏബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രയാസമുള്ള പെണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൽ ഹോം നഴ്സിനെയാണ് അവർക്ക് ആവശ്യം, ഒരു ഭർത്താവിനെ അല്ല. തന്റെ മകളെ തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന മട്ടിൽ നോക്കിക്കൊണ്ട് മരണം വരെ സംരക്ഷിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് ആഗ്രഹമാണ്, പറയുന്നതൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. അതിനല്ല ഒരാണും കല്യാണം കഴിക്കുന്നത് ഒരു ഭാര്യയായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യയായി ജീവിക്കുമ്പോൾ ഈ വൈകല്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് മറക്കും. സ്വാഭാവികമായും അവർ ഭാര്യ ഭർത്താക്കന്മാരെ തീരും. ആ സമയത്ത് അവരുടേതായ കൊച്ചു കൊച്ചു പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ഈ പറയുന്ന രക്ഷിതാക്കൾ എന്ന് പറയുന്നത്, ഈ പറയുന്ന പെണ്ണിന്റെ, ഈ ഡിഫറൻ്റ് ലേബിൾ ആയിട്ടുള്ള ആ പെണ്ണിന്റെ മാതാപിതാക്കൾ, അവർ ചിന്തിക്കുന്നത് തന്റെ കുട്ടിയെ ഏതൊക്കെ രീതിയിലാണ് നോക്കുന്നത്, എങ്ങനെയാണ് നോക്കുന്നത്, 100 കുറ്റങ്ങളാണ്. അവർ തമ്മിൽ തെറ്റിക്കാൻ നോക്കും. ഇവർ തമ്മിലുള്ള ബന്ധം പിരിയുന്നതിന്റെ പ്രധാന ഹേതു എന്ന് പറയുന്നത് ഈ പറയുന്ന മാതാപിതാക്കൾ തന്നെ ആയിരിക്കും. പച്ചയ്ക്ക് പറയുന്നത് എന്നൊരു വിരോധമൊന്നും തോന്നരുത്. അവർക്ക് അപ്പോഴും തങ്ങളുടെ മകൾ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്, കഴിവില്ലാത്തൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്തൊരു കുട്ടിയാണ്, സുഖമില്ലാത്തൊരു കുട്ടിയാണ്. ആ സുഖമില്ലാത്ത കുട്ടിയെ സംരക്ഷിക്കലാണ് മറ്റവന്റെ ഉത്തരവാദിത്വം എന്നാണ് കരുതിയിരിക്കുന്നത്. അതല്ല, അവന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ പെണ്ണിന്റെ സംരക്ഷിക്കാനോടൊപ്പം അവർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ചിലപ്പോൾ കുട്ടികളുണ്ടാവും, അവരെ താലോലിക്കേണ്ടി വരും, എടുക്കേണ്ടി വരും, പാൽ കൊടുക്കേണ്ടി വരും, വീട്ടിൽ അടുക്കളപ്പണി ചെയ്യേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി വരും. അവനും അവളും കൂടി ചേർന്ന് തന്നെ ചെയ്യേണ്ടി വരും, ഒരുമിച്ച് തന്നെ ചെയ്യേണ്ടി വരും. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കെട്ടിലുമയാക്കി കെട്ടി അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല ഈ കുട്ടിയെ അയാൾ കെട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഒരു ധാരണയിൽ ഒരുപാട് ബന്ധങ്ങൾ പിരിഞ്ഞു പോയത് എൻ്റെ അനുഭവത്തിൽ ഒരുപാടുണ്ട്. യൂട്യൂബിൽ വന്നിട്ടുള്ള ചില വീഡിയോകളിൽ അവർ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതിന് ശേഷം കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ബന്ധം പിരിഞ്ഞു എന്നുള്ള വീഡിയോകളും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. ഈ കൊണ്ടുപോകുന്നവൻ എവിടെ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കണം. എപ്പോൾ കിടക്കണം, എപ്പോൾ കുളിക്കണം, എപ്പോൾ തിന്നണം, എപ്പോൾ പോകണം എന്നതിനെ കുറിച്ച് വീട്ടുകാരിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും. അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. അവർക്കൊരു പ്രൈവസി ഉണ്ടാവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. ചുരുക്കം പറഞ്ഞാൽ
ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച് നാറാണക്കല്ലടക്കും ഈ രക്ഷിതാക്കൾ. ഇത് തന്നെയല്ലേ വാസ്തവം. ഇത്ര പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത്, വീണ്ടും ഞാൻ പറയാം. ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഗ്രീമയിലും എന്നാണ് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. ആകെ ഒരു ഒറ്റ മോളാണ്. ആ ഒറ്റ മോളെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വളർത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ വളർത്തി. അങ്ങനെ തന്നെ വളർന്നു. അത് പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവൂല, കൂട്ടുകാർക്ക് മനസ്സിലാവൂല, മറ്റു ബന്ധുക്കൾക്ക് അവർക്ക് ആർക്കും മനസ്സിലാവൂല. കാര്യം മനസ്സിലിരിപ്പ്, അതായത് മെന്റൽ പ്രോഗ്രാമിംഗ് എന്ന് പറയും. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ. 3-3.5 വയസ്സ് വരെ ലാളിച്ച് അത് മെന്റൽ പ്രോഗ്രാമിംഗ് ആയി ഇൻസ്റ്റാളേഷനായി തലയിലിരുന്നിട്ട് പിന്നെ ഒരു ലോയലായിട്ട് വളർത്തി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ എപ്പോൾ തുമ്മണം എപ്പോൾ തൂറണം എന്നൊക്കെ തീരുമാനിക്കുന്നതൊക്കെ ഈ രക്ഷിതാക്കളായിരിക്കും, വീട്ടിലുള്ളവരായിരിക്കും. ഒറ്റ മോളാവുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റ മകനാവുമ്പോഴുള്ള ഒരു അവസ്ഥയാണത് കുട്ടികളാവുമ്പോൾ. ഈ പെണ്ണിനെ, അതായത് ഈ ഗ്രീമയെ, ഈ മാതാവ് ആ വിധത്തിൽ തന്നെ പരിഗണിച്ച് പരിചരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഗ്രീമയുടെ ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും സത്യത്തിൽ ഈ കാര്യത്തിൽ നിരപരാധികളാണ്. അതായത് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായത്, ഇവർ ഈ കുട്ടിക്ക് വിഷയമുണ്ടായ സമയത്ത് 1-2 തവണ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി എന്നും കൗൺസിലിങ്ങിന് വിധേയനാക്കാൻ പോയി എന്നും ഡിവോഴ്സ് ആണ് നല്ലത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഡിവോഴ്സ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കേരളത്തിലെ മിക്ക സൈക്കോളജിസ്റ്റുകളും ഒക്കെ പരാജയപ്പെട്ടു പോയ പല കേസ്, ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ പല കേസുകളും, ഒരുപാട് കേസുകൾ, പല കേസല്ല ഒരുപാട് കേസുകൾ എനിക്ക് യോജിപ്പിച്ച് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മലപ്പുറത്തെ ഒരു കുടുംബ കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസാണ്. ഒരു വക്കീലാണ് എന്നെ വിളിച്ചിട്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. അദ്ദേഹം ഈ കേസ് എനിക്ക് തന്നത്, ആ കേസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അതായത് കുടുംബകലഹമാണ്, കുടുംബ കേസാണ്, ഫാമിലി കോർട്ടിലാണ് കേസുള്ളത്. ഭർത്താവും ഭാര്യയും, അറിയാലോ എന്താണെന്നുള്ളത്. ഗാർഹിക പീഡനമുണ്ട്, സ്ത്രീധന പീഡനമുണ്ട്, പിന്നെ എന്തൊക്കെയോ പറ്റൂ, എല്ലാം ഉണ്ട്, ശാരീരിക പീഡനം എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭർത്താവിന്റെ അപ്പൻ അവളെ കയറി ബലാത്സംഗത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ലൈംഗിക ചൊവ്വയോടുകൂടി കയറി പിടിച്ചു എന്ന് പറഞ്ഞൊരു കേസുണ്ട്. പിന്നെ അമ്മയുടെ വക സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം വേറെ ഉണ്ട്. പിന്നെ അതിനു പുറമെ വയനാട്ടിൽ കിടക്കുന്ന പെങ്ങളെ പേരിൽ വേറെ കേസുണ്ട്. 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോയിൽ ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ കേസായിട്ട് ഇവന്റെ ഈ ചെറുക്കന്റെ വീട് സ്ഥലവും അറ്റാച്ച് ചെയ്യാനുള്ള കേസ് വേറെയും കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു കുടുംബ കോടതിയിൽ ഒരു കേസ് കൊടുക്കും, എന്തൊക്കെ കൊടുക്കാൻ പറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു കേസ്. ഈ കേസ് ഇതേപോലെ സൈക്കോളജിസ്റ്റുകളും എല്ലാവരും പരാജയപ്പെട്ടതാണ്, കോടതിയിലുള്ള സൈക്കോളജിസ്റ്റൊക്കെ പരാജയപ്പെട്ടതാണ്. പക്ഷെ എനിക്ക് തോന്നി ഇത് സിമ്പിളായിട്ട് പരിഹരിക്കാൻ കഴിയുമെന്ന്. ഒരു ദിവസം രാവിലെ 11 മണിക്ക് അവർ വന്നു. ആ കേസ് ഏതാണ്ട് ഒരു 3 മണിയായപ്പോൾ ആ കേസ് അവസാനിച്ചു. അന്ന് അടുത്ത സിറ്റിംഗിൽ തന്നെ എല്ലാ കേസും പിൻവലിച്ചു. അന്ന് 6 വയസ്സുള്ള കുട്ടിയുള്ളത്, ഇന്ന് 2 കുട്ടി അഡീഷണൽ ഉണ്ട്. അവർ രാമനഘട്ടരയിൽ കുടുംബസമേതം ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും ഈ വീഡിയോ കേൾക്കുന്ന ഈ സമയത്തും അവർ സുഖമായി ജീവിക്കുന്നു. അതായത് നമ്മളൊരു ചെറിയൊരു നോട്ടം അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന കേസുകളാണ്. അത് പരിഹരിക്കാൻ അവർക്ക് അറിയില്ല. സിലബസിന്റെ പ്രശ്നമാണ്. അവര് റോജേറിയൻ തിയറി അല്ല പഠിക്കുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പഠിച്ചിട്ട് കൗൺസിലിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞങ്ങളൊക്കെ കൗൺസിലിംഗ് തിയറി, അതായത് റോജേറിയൻ തിയറി പഠിച്ചിട്ട് ആ തിയറിയിലൂടെ പേഴ്സണാലിറ്റി അനാലിസിസിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് അതിന്റെ വ്യത്യാസം. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്ന ടൂൾസ് ഒക്കെ ഫ്യൂഡോ സയൻസ് ആണ്, അത് അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവർ പരാജയപ്പെടുന്നത്, നമ്മൾ വിജയിക്കുന്നത്. റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ബഹുഭൂരിപക്ഷവും, 90% എന്ന് ഞാൻ പറയും. കുടുംബ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഇതിനിടയിൽ പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ് ഈ മാതാപിതാക്കളുടെ ഈ ഒരു വിഷയം. അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞ മറ്റൊരു മാനസികാവസ്ഥയും. ഈ കേസിൽ, ഇവളുടെ കേസിൽ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരു മകളേ ഉള്ളൂ. ആ മകളെ എപ്പോഴും എന്താണ്, അവൻ എന്ത് ചെയ്യുന്നു, എപ്പോൾ കിടക്കുന്നു, എപ്പോൾ ഉറങ്ങുന്നു, എപ്പോൾ തിന്നുന്നു, ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതെല്ലാം ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവർ ടൂർ പോയ സമയത്ത് പോലും ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് തന്റെ മകൾ എന്നുള്ളൊരു ആശങ്ക. ഒരുതരം മാനസിക രോഗമാണ്. ഒരുതരം മാനസിക രോഗം. 2 അവസ്ഥയാണ് വരുന്നത്. തനിക്ക് കിട്ടാത്ത സുഖം മറ്റൊരാൾക്ക് കിട്ടാനും പാടില്ല. അതുപോലെ തന്നെ ഈ OCDന്റെ മറ്റു ചില വകഭേദങ്ങളുണ്ടല്ലോ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അതിന് ചില വകഭേദങ്ങളൊക്കെ ഇത്തരം കയറി പിടിക്കും. ഒറ്റ മകളൊക്കെ ഉണ്ടെങ്കിൽ കയറി പിടിക്കും. ചുരുക്കം പറഞ്ഞാൽ അവളിലുള്ള അമിത സ്നേഹം, അമിത ആകാംക്ഷ, അമിത ഭയം, ഇവൻ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കൊല്ലാൻ വേണ്ടിയിട്ടാണോ എന്തു ചെയ്യും എന്നുള്ളൊരു ആശങ്ക, സമൂഹത്തിൽ പരക്കുന്ന കഥകളും അങ്ങനെയാണല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു സമാധാനമില്ല. ഓരോ മിനിറ്റിലും കോൾ ചെയ്തുകൊണ്ടിരിക്കും. അവർ ഉറങ്ങുമ്പോഴും ടൂർ പോകുമ്പോഴും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കും. ഇനി അഥവാ ഒരു സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തി അവിടെ മറ്റാരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ചുരുക്കം പറഞ്ഞാൽ അതാണ് അവരുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാക്കിയത്. ആ ഭർത്താവിന്റെ വീട്ടുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ഭർത്താവിന്റെ വീട്ടുകാർ നിരപരാധികളായിരിക്കാനാണ് സാധ്യത. ഇവിടെ ആ മാതാവാണ് വില്ലത്തി. അവരുടെ മാനസിക രോഗമാണ് ശരിക്കും വിഷയം, സംശയമാണ്. അത് തന്റെ മകൾക്ക് ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്തത് ഈ വിവാഹം കഴിച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു വിട്ടിട്ടും അവളുടെ കംഫർട്ട് സോൺ താനായിരിക്കണം, താൻ പറയുന്ന പോലെ ആയിരിക്കണം, തന്റെ ആഗ്രഹത്തെ പോലെ ആയിരിക്കണം എന്നുള്ള വിവരം വാശി, ഇതും കൂടെ എല്ലാം കൂടി ആവുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആശങ്ക, ആ ആശങ്ക കൂടി ആവുമ്പോൾ ജീവിതം കുളമാവും. അത് ഒറ്റ മോളാണെങ്കിൽ 2 മോളാണെന്നുണ്ടെങ്കിലും, അതിന് ഡിഫറൻ്റ്ലി ഏബിൾസ് ആയാലും അല്ലെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും ഈ ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ അല്ലേ, അവർക്ക് നമ്മൾ മക്കളാണ്. നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഭർത്താക്കന്മാരും ഒക്കെ മറ്റ് ആരുടെയോ മക്കളാണ്. അങ്ങനെയാണ് അവർ കാണുന്നത്. അവനവന്റെ മക്കളും ബാക്കിയുള്ളവർ അന്യരും, അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരും അതുപോലെ തന്നെ ആയിരുന്നു. അവരുടെ കുടുംബ ജീവിതത്തിൽ അവരും അവരുടെ ഭർത്താവും കൂടി കൂടിച്ചേർന്നപ്പോൾ മറ്റാരെയും, അതായത് നമ്മുടെ അപ്പനും അമ്മയും കൂടി ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് ഒരുത്തന്നെയും അടുപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അതുപോലെ അവരുടെ മക്കൾ മറ്റേതെങ്കിലും ഒരാളുമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലും കയറി തുരങ്കം വയ്ക്കാൻ നോക്കരുത്. അങ്ങനെ തുരങ്കം വയ്ക്കാൻ നോക്കുന്നത് കൊണ്ടാണ് കുടുംബജീവിതം അലന്നു പോകുന്നത്. അത് ഡിഫറൻ്റ്ലി ഏബിൾ ആയാലും അല്ലെങ്കിലും. Different angles. Don't forget to subscribe and support this channel.